ആയിഷ ആയിഷ കോളേജിൽ പോവാൻ സമയമായില്ലേ? എണീക്ക്. ആ ഫോണൊന്നും എടുത്ത് മാറ്റി ഫുഡ് എടുത്ത് കഴിക്ക്. ഏത് നേരം ഫോണിൽ നോക്കി അങ്ങ് ഇരിക്കുക. കൊറേ നേരമായി? ഇല്ല, കുഴപ്പമില്ല. എന്നാ വാ പോവാ, വന്ന് കയറ്. ഒന്നുമില്ല. കഴിച്ചാ? അതുകൊണ്ട് ഉമ്മ രാവിലെ തന്നെ ഭയങ്കര സീനയും. എന്നുവരെ കണ്ടതില്ല ഞാൻ പൊന്നുരുക്കി വെച്ച പെൺമുഖം, വെണ്ണിൽ നിന്നും വന്ന മണ്ണിൽ കൊട്ടു ചേർന്ന പെണ്ണിവൾ കണ്ണിവൾ. തേടിക്കിട്ടിയൊരു വെണ്ണില പാതിരാവിൽ വന്നു പൊന്മഴ, തൂവൽ തുമ്പിൻ മുനയാലൊരു മൃദുലാക്ഷരം. സീമാതീത സൂര്യോദയ ദീപാങ്കുരം, ആകാശം നിന്നിട്ടെന്നൊരു പൊന്മാനം, മേലെ കണ്ടു കനവിൻ കോണിൽ കുളിരായി കുളിർ മഴ മഴകായി. കാട്ടു ചെമ്പകം പൂത്തോട്ടെ, നാട്ടു തത്തമ്മ കേട്ടോട്ടെ, നീ എനിക്കുള്ള തെന്നി പെണ്ണാണേ. പോട്ടെ. നീ എന്താ ഇത്ര ലേറ്റ് ആയേ? അവന്റെ കൂടെയാ വന്ന്. എക്സാം ഒക്കെ അല്ലേ, നമുക്ക് പഠിക്കണ്ടേ? ഹായ് സീത. ഹായ്, പഠിച്ചു കഴിഞ്ഞോ? ChatGPT നോക്കി പഠിച്ചാൽ മതിയില്ലേ? ഞാൻ നോട്ടാ പഠിച്ച. എനിക്ക് നോട്ട് നോക്കി പഠിച്ചാലേ എല്ലാം മനസ്സിലാവുള്ളൂ. ChatGPT ആടി നല്ലേ. എനിക്ക് നോട്ടാ നല്ലത്. ടെസ, ഗുഡ് മോർണിംഗ് ഓൾ. എന്താ ഞാൻ വന്നതാരും കണ്ടില്ലേ? എന്താ ബുക്കൊന്നുമില്ലേ? എല്ലാവരും ഫോണിൽ ഭയങ്കര ബിസിയാണല്ലോ. ഞങ്ങളുടെ കാലത്ത് സ്വന്തമായിട്ടൊരു ഫോൺ പോലും ഇല്ലായിരുന്നു. ഞാൻ ആൻസേഴ്സ് നോക്കുന്ന ടൈമിൽ ഇത് ChatGPT നോക്കി എഴുതിയതാണോ അതോ സ്വന്തമായിട്ട് എഴുതിയതാണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. മീൻസ് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. എല്ലാവരും സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഗേൾസ് പ്രത്യേകിച്ച് കുറച്ച് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ടൈമിൽ അവെയർ ആയിട്ടിരിക്കുക. ഞാനിപ്പോൾ ഇത് പറഞ്ഞതും പറയാൻ കാരണം, ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് അറിയാവുന്നൊരു ഫാമിലിയിൽ ഒരു ഇഷ്യൂ നടന്നു. സോഷ്യൽ മീഡിയ സംബന്ധിച്ച് പ്രശ്നം നടന്നു. അവർ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ. പ്രത്യേകിച്ച് ഗേൾസ് ഈ കാര്യത്തിൽ അവെയറായിട്ടിരിക്കുക. എന്നാ ക്ലാസ് തുടങ്ങട്ടെ?
എടാ നമ്മുടെ സൈറ സൂയിസൈഡ് ചെയ്തു. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എങ്ങനെയല്ലേ അധികവും ഫോണിന്റെ പ്രശ്നം തന്നെ. ഫോണാണ് മെയിൻ കാരണം. അതെ. എന്താ പറ്റിയേ? ഏയ് ഒന്നുമില്ല. ഹലോ, ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ. ഇന്ന് നമുക്കൊന്ന് മീറ്റ് ചെയ്യണം. ഞാൻ വിളിക്കാന്നാ. എന്താ ഇത്ര ദിവസം വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ? അത് ചെറിയ തിരക്കുണ്ടായിരുന്നു. എന്താ ഇത്ര ഞാനറിയാത്ത തിരക്ക്? അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെതായിട്ടുള്ള ഇതുണ്ടാവില്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി എപ്പോഴും ഇങ്ങനെ മെസ്സേജ് എനിക്കിപ്പോൾ നേരം ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അന്ന് എൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഞാൻ കണ്ടല്ലോ, ആ ഇടവഴി വെച്ച്. എന്ന്? അതെപ്പോ? ഈ ചൂടാവാതെ കാര്യം പറയും. എന്ന്? എന്താ ഒന്നും പറയാനില്ലേ? നിങ്ങളെ രണ്ടാളും ഞാൻ അവിടെ കണ്ടതാ. പിന്നെ നോക്കുമ്പോൾ നിങ്ങളവിടെ കണ്ടില്ല. അത് മറ്റേ എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിൻ്റെ ഒരു പാർസലിൻ്റെ ഉണ്ടായിരുന്നു, അത് കൊടുക്കാൻ വേണ്ടി പോയതാ. ഇതിനാ ചൂടായേ? സാർ ഓർഡർ പ്ലീസ്. അതാണോ എൻ്റെ കോൾ എടുക്കാൻ? എന്തായാലും എനിക്കൊരു സ്ഥലം വരെ പോകണ്ടേനു, പിന്നെ കോൾ എടുത്താൽ ഒന്നും നടക്കില്ല. അത് പിന്നെ ഒന്നും ചെയ്യാഞ്ഞ് ഇതിനാ തെറ്റിയേ. ഇപ്പം റെഡി ആയില്ലേ? ഓക്കേ. ഇത് മാത്രം എനിക്കില്ല പ്രശ്നം, എന്നില്ല പോലെയല്ലല്ലോ ഇപ്പം നിൽക്കണത്. എന്താ പറ്റിയേ? നിങ്ങളെ കണ്ട ദിവസം തന്നെയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തി സൂയിസൈഡ്. അതേനും കാരണം. എന്നിട്ട് ഈ പോയോക്കി?
ഞാൻ പോയിരുന്നു, നോക്കുമ്പോൾ അവിടെ ഭയങ്കര സീനി. ആ എത്തിയോ? ടെസ പറഞ്ഞ ആൾക്കാരല്ലേ നിങ്ങള്? പേരെന്തേനു? കുഞ്ഞൻ. ഹലോ. ആ വരാം. സോറി ആയിഷു, പോവല്ല. എനിക്ക് പറയാമല്ലോ കേക്ക്. എന്താ ഞാൻ കേൾക്കേണ്ടത്? ഇവിടെ വന്ന് ഇരിക്കുക. ഇതിൽ കൂടുതൽ എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് പറയാമല്ലോ, ഇതും കൂടി ഈ കേൾക്കണ്ടേ? വേണ്ട. എനിക്ക് എങ്ങനെയാണ് എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറ്റുക? നീ എന്തിവിടെ? നീ ഇനി അതിനെപ്പറ്റി കംപ്ലൈന്റ് ഒന്നും ചെയ്യാൻ പോണ്ട. ഞങ്ങൾ പറഞ്ഞ പോലെ നിന്നിട്ടില്ലേ സൈറല്ലേ, ഓൾ അതേ സെയിം അവസ്ഥയെ വനക്കും. അടങ്ങി പറയണ പോലെ നിന്നോ. നിങ്ങൾ എന്തായാലും ഞാൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. വെളച്ചിലെടുക്കല്ലേടി. പറയണ കേട്ട് നിന്നട്ടോ, അതാ എനിക്ക് നല്ലത്. ഈ കേറ്.
മോളെ, ഡോറ് തുറക്ക്. എന്താ മോളെ പറ്റിയേ? എന്താ പറ്റിയേ? എന്താ പറ, എന്താ പറ്റിയേ? എന്താ പറ്റിയേ? ഹലോ, പോലീസ് സ്റ്റേഷൻ. പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച അതിലധികം യുവതികളുടെ ഫോട്ടോകൾ മോർഫ് ചെയ്ത് നഗ്ന ചിത്രങ്ങളായി പ്രചരിപ്പിച്ച സംഭവത്തിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപികമാരുടെയും ചിത്രങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നഗ്ന ചിത്രങ്ങളാക്കി മാറ്റിയ സംഭവത്തിൽ പ്രചരിപ്പിക്കുമെന്ന് പണത്തിന്റെ പേരിലുള്ള ഭീഷണിയും അശ്ലീല ചിത്രം മോർഫ് ചെയ്ത് അയച്ചുള്ള ഭീഷണിയും ഇവരെ ഭയപ്പെടുത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. ഇൻസ്റ്റഗ്രാമിലോ സ്നാപ്ചാറ്റിലോ പങ്കുവെക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾ അറിയാതെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരം ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ലൈംഗിക താൽപര്യത്തോടെ ടെലഗ്രാം അക്കൗണ്ടുകളിലൂടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് മാത്രമല്ല ഇത്തരം ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. Section 66E, Violation of Privacy, punishes capturing, publishing or transmitting private images of a person without their consent. Don't let social media define who you are. Your values, your action and your character matter more than any number of likes, shares or followers.